ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ബയോസ്പേസ്. ഇന്ന് നമുക്ക് DNA ഡബിൾ ഹെലിക്കൽ സ്ട്രക്ചറിന്റെ സാലിയൻ ഫീച്ചേഴ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിലെ ഫസ്റ്റ് പോയിന്റ് നോക്ക്. ഇറ്റ് ഈസ് മേഡ് അപ്പ് ഓഫ് 2 polynucleotide chains where the backbone is constituted by sugar phosphate and the bases project inside. അതായത് നമ്മൾ ഓൾറെഡി പോളിന്യൂക്ലിയോടൈഡ് ചെയിൻ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്, അതിന്റെ റിയാക്ഷൻസ് എല്ലാം നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ DNA ഡിയോക്സി റൈബോ ഷുഗർ. അപ്പോൾ ഇവിടെ ഫിഫ്ത്ത് കാർബണിൽ നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. ഓക്കെ, അതേപോലെ ഫസ്റ്റ് കാർബണിൽ നൈട്രോജനസ് ബേസ് ഉണ്ട്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇത് ഇത്രയുമാണ് ഒരു ന്യൂക്ലിയോടൈഡ്, ഡിയോക്സി റൈബോ ഷുഗർ. ഓക്കെ, ഇനി ന്യൂക്ലിയോടൈഡുകൾ ഇപ്പം എത്ര ഉണ്ട്? ഇപ്പം 3 ന്യൂക്ലിയോടൈഡ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ന്യൂക്ലിയോടൈഡ്സ് ജോയിൻ ചെയ്ത് ഫോം ചെയ്യുന്നതാണ് പോളിന്യൂക്ലിയോടൈഡ്. അപ്പോൾ ഇതെങ്ങനെയാണ് ജോയിൻ ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ഇവിടെ ഒരു ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും, ഫോസ്ഫോ എസ്റ്റർ ബോണ്ട്. അതുപോലെ ഇവിടെയും എന്തുണ്ടാവും, ഇവിടെ അടുത്ത് ഫോസ്ഫോ എസ്റ്റർ ബോണ്ട് ഉണ്ടാവും. ഇവിടെ ഉള്ളതും എന്ത് തന്നെയാണ്, ഇതിനിടയ്ക്കുള്ളതും ഫോസ്ഫോ എസ്റ്റർ ബോണ്ടാണ്. അങ്ങനെ ഇത് രണ്ടും കൂടെ നമ്മൾ ഫോസ്ഫോ ഡൈ എസ്റ്റർ ബോണ്ട് എന്ന് പറയും. ഓക്കെ, അപ്പം ഇതിന്റെ റിയാക്ഷൻസ് ഒക്കെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ പ്രീവിയസ് വീഡിയോ ഒന്ന് പോയി കാണട്ടോ, കറക്റ്റായിട്ട് മനസ്സിലാവും. അതേപോലെ ഈ നൈട്രോജനസ് ബേസസിന്റെ ഇടയിൽ എന്തുണ്ട്, ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ട്. ഇപ്പൊ അഡനിൻ തൈമിലാണെങ്കിൽ ഡബിൾ ബോണ്ടും ഗാനിൻ സൈറ്റോസിനാണെങ്കിൽ ട്രിപ്പിൾ ബോണ്ടുമാണ് വരിക. ഓക്കെ, അതേപോലെ ഇവിടെയും നമ്മുടെ എന്തുണ്ട്, നമ്മുടെ ഡിയോക്സി റൈബോ ഷുഗർ ഉണ്ട്. അതിന്റെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. സിംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം ഇത് ഒരു പോളിന്യൂക്ലിയോടൈഡ് ആണ്, ഇതും അടുത്ത പോളിന്യൂക്ലിയോടൈഡ് ആണ് അല്ലേ? അങ്ങനെയാണ് എങ്കിൽ 2 പോളിന്യൂക്ലിയോടൈഡ്സ് ഇല്ലേ, ഇതൊരു പോളിന്യൂക്ലിയോടൈഡ്, ഇതൊരു അടുത്ത പോളിന്യൂക്ലിയോടൈഡ്. എത്രയാണ് ഒരു ന്യൂക്ലിയോടൈഡ്. അപ്പം ഇത് ഈ ന്യൂക്ലിയോടൈഡ്സ് എല്ലാം ജോയിൻ ചെയ്യുമ്പോൾ ഇതൊരു പോളിന്യൂക്ലിയോടൈഡ്. ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം അതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ഈ സെന്റൻസിൽ പറയുന്നത് കണ്ടോ, 2 polynucleotide chains. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് നോക്കുക, ഇത് ബാക്ക്ബോൺ ഈസ് കൺസ്റ്റിറ്റ്യൂട്ടഡ് ബൈ ഷുഗർ ഫോസ്ഫേറ്റ്. അത് നമുക്ക് ഇതിനകത്ത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മുടെ ഷുഗർ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അടുത്ത ഷുഗർ. അപ്പൊ ഇതാണ് ഇവിടെ ഈ ഒരു സെന്റൻസിൽ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒരു റെപ്രസെന്റേഷൻ തന്നെയാണ്, പിക്ചോറിയൽ റെപ്രസെന്റേഷൻ നമ്മുടെ NCERT കൊടുത്തിരിക്കുന്നതാണ് ഇത്. ഇതിനകത്ത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവും നമ്മുടെ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, അതേപോലെ ഡിയോക്സി റൈബോ ഷുഗർ, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഡിയോക്സി റൈബോ ഷുഗർ, അതേപോലെ നമ്മുടെ നൈട്രോജനസ് ബേസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അടുത്ത പോയിന്റ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ടാറ്റാ ബൈ ബൈ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.